റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 32ാമത്തെ നിയമം ആളുകളുടെ ഭാവനകളെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് ആളുകളുടെ ഭാവനകൾ ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കുക എന്നതാണ്. ആളുകൾക്ക് യാഥാർത്ഥ്യത്തെക്കാൾ അവരുടെ ഭാവനകളെ വിശ്വസിക്കാൻ താൽപ്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും അവരുടെ ഭാവനകൾക്കനുസരിച്ച് ക്രമീകരിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് അധികാരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം ആളുകൾ യാഥാർത്ഥ്യത്തെക്കാൾ മാന്ത്രിക കഥകളെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി ആവശ്യമുണ്ട്. നിങ്ങൾ അവർക്ക് ഒരു സ്വപ്നം കാണിക്കുമ്പോൾ അവർ ആ സ്വപ്നത്തെ വിശ്വസിക്കാൻ തുടങ്ങും. ഈ വിശ്വാസം നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഒരു അവസരം നൽകും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സ്വപ്നം കാണിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇഷ്ടങ്ങൾ എന്നിവയെല്ലാം ഒരു സ്വപ്നമായി ആളുകൾക്ക് കാണിക്കുക. ഈ സ്വപ്നം അവർക്ക് പ്രതീക്ഷ നൽകും. നിഗൂഢ നിലനിർത്തുക. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ആളുകളെ അറിയിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ലെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. നിങ്ങളുടെ പ്രശസ്തിയെ മാറ്റുക. നിങ്ങൾ ഒരു അദ്ഭുത ശക്തിയുള്ള വ്യക്തിയാണെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ അധികാരം നൽകും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് ആളുകളുടെ ഭാവനകൾക്ക് അനുസരിച്ച് ക്രമീകരിക്കുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി ഒരുപാട് യുദ്ധങ്ങൾ നേടി. എന്നാൽ അദ്ദേഹം തന്റെ വിജയങ്ങൾ ദൈവങ്ങളുടെ അനുഗ്രഹമാണെന്ന് തോന്നിപ്പിച്ചു. ആളുകൾ അലക്സാണ്ടറെ ഒരു ദൈവത്തെപ്പോലെ കണ്ടു. ഈ വിശ്വാസം അദ്ദേഹത്തിന് വലിയ അധികാരം നൽകി. സിനിമ. സ്റ്റാർ വാർസ്. ഈ സിനിമയിലെ ഫോഴ്സ് എന്ന ആശയം ആളുകളുടെ ഭാവനകളെ ചൂഷണം ചെയ്യുന്ന ഒന്നാണ്. ആളുകൾക്ക് ഒരു അദ്ഭുത ശക്തിയെ വിശ്വസിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു. ഈ ആശയം കാരണം ഡാർത്ത് വാദർക്ക് വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. ചരിത്രം. ജോസഫ് സ്റ്റാലിൻ. സ്റ്റാലിൻ റഷ്യയിൽ കമ്മ്യൂണിസം എന്ന ഒരു വലിയ സ്വപ്നം ഉപയോഗിച്ച് ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. സ്റ്റാലിൻ ആളുകൾക്ക് ഒരു പുതിയ ഭാവി വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം ആളുകളുടെ ഭാവനകളെ ചൂഷണം ചെയ്തു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടർ ഒരു അദ്ഭുത ശക്തിയുള്ള വ്യക്തിയാണെന്ന് ആളുകൾക്ക് തോന്നി. ഹാരി തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഒരു സാധാരണ ലോകത്തിലെ ആളുകൾക്ക് ഒരു മാന്ത്രിക ലോകത്തെക്കുറിച്ച് കാണിച്ചു. ഈ കാഴ്ച ആളുകളുടെ ഭാവനകളെ ചൂഷണം ചെയ്തു. ചരിത്രം. ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് പുതിയ ലോകം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ സ്വപ്നം കണ്ടു. അദ്ദേഹം ഒരുപാട് പേരെ തന്റെ കൂടെ കൊണ്ടുപോയി. ഈ സ്വപ്നം ആളുകളുടെ ഭാവനകളെ ചൂഷണം ചെയ്തു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഒരു കഥാപാത്രം ഗംഗയെ ഒരു പുതിയ വ്യക്തിയായി മാറ്റി. ഈ മാറ്റം കാരണം ഗംഗ ആ കഥാപാത്രത്തെ പിന്തുടർന്നു. ഇത് ഗംഗയുടെ ഭാവനകളെ ചൂഷണം ചെയ്യുന്ന ഒരു തന്ത്രമായിരുന്നു. ചരിത്രം. അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കൺ അടിമത്തം ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആളുകൾക്ക് തുല്യത എന്ന ഒരു വലിയ സ്വപ്നം കാണിച്ചുകൊടുത്തു. ഈ സ്വപ്നം ആളുകളുടെ ഭാവനകളെ ചൂഷണം ചെയ്തു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്. ഈ സിനിമയിലെ സാരുമാൻ എന്ന കഥാപാത്രം ഒരു പുതിയ ലോകം എന്ന ഒരു വലിയ സ്വപ്നം ഉപയോഗിച്ച് ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. ഈ സ്വപ്നം ആളുകളുടെ ഭാവനകളെ ചൂഷണം ചെയ്തു. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചന്ദ്രഗുപ്തനെ ഒരു വലിയ രാജാവാകും എന്ന ഒരു സ്വപ്നം കാണിച്ചു. ഈ സ്വപ്നം ചന്ദ്രഗുപ്തന്റെ ഭാവനകളെ ചൂഷണം ചെയ്തു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് ഒരു പുതിയ ലോകം വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം ആളുകളുടെ ഭാവനകളെ ചൂഷണം ചെയ്തു.